നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയാണ്. പ്രത്യേകിച്ചും ഒരു തെളിവെടുപ്പ് വീഡിയോയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഉപ്പുപ്പാനെ കൊന്ന കാലന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതികൾ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി പോലീസ് എത്തിച്ചപ്പോൾ നീയൊക്കെ പുഴുത്ത് ചാവുമട എന്ന് ആത്മാർത്ഥമായി ഏറെ വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് പറയുന്ന കൊച്ചുമക്കളുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. എന്തായാലും ആ വീഡിയോ ഇപ്പോൾ ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തിരിക്കുക തന്നെയാണ്. ആ കുട്ടികളുടെ ശാപവാക്ക് എത്രയും പെട്ടെന്ന് ഫലിക്കണമേ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നിലവിൽ ആ വീഡിയോയിൽ കാണുന്ന കുട്ടികൾ ഏതായാലും തങ്ങളുടെ വളരെ വേദനയോടുകൂടിയാണ് തങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് വിശദീകരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, മെയ് 4-ാം തീയതി നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിന്റെ തെളിവെടുപ്പിനാണ് എത്തിയത്. പട്ടാമ്പി കൊടലൂരിൽ 64-കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇക്കഴിഞ്ഞ മെയ് 4-നാണ് പട്ടാമ്പി കൊടലൂർ പതിയിൽ വീട്ടിൽ 64-കാരനായ മുഹമ്മദ് കുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്തുള്ള ഇളയ മകന്റെ വീട്ടിലായിരുന്നു സംഭവം. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമെന്ന് വ്യക്തമായി. മെയ് 3-ന് രാത്രി 3 പേർ ഇയാളെ തേടി സമീപ വീടുകളിൽ എത്തുകയും ഇവരുടെ ദൃശ്യങ്ങൾ CCTVയിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ശങ്കരമംഗലം സ്വദേശികളായ മുഷമ്മദ്, റഫീഖ്, സാജത്ത്, തിരുവനന്തപുരം സ്വദേശി റോയ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്. പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. മുഹമ്മദിനെ അറിയുന്നവർ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലും. തുടർന്ന് റിമാൻഡിൽ പോയ പ്രതികളെ കൂടുതൽ തെളിവെടുപ്പിനായാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തെളിവെടുപ്പിന് ശേഷം അടുത്ത ദിവസം വരെ കോടതിയിൽ ഹാജരാക്കും. അങ്ങനെ തെളിവെടുപ്പിനായി എത്തിയപ്പോൾ ഒരു കൂസലുമില്ലാതെ പ്രതികളെ നോക്കിയാണ് മക്കളും മരുമക്കളും ബന്ധുക്കളും ചെറുമക്കളും ചേർന്ന് ഈ ശാപവാക്കുകൾ പറഞ്ഞത്. അവർ വീഡിയോ സഹിതം എടുത്തുകൊണ്ടാണ് പറഞ്ഞത്, നീയൊക്കെ പുഴുത്തു ചാവുമട, നീയൊക്കെ നരകിക്കും, ആ പാവ മനുഷ്യനെ എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ കൊന്നുകളഞ്ഞത് എന്ന ചോദ്യമാണ്. അതായത് മറ്റൊന്നുമില്ല, ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റിൽ ഒരു കമന്റ് ഇടുന്നു, ആ കമന്റുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ്. അതായത് ഒരു കൊലപാതകം ചെയ്യാൻ പ്രത്യേകിച്ചൊരു കാരണം വേണ്ട, വളരെ ചെറിയൊരു ദേഷ്യം മാത്രം മതി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഭയപ്പെടുത്തുന്ന തരത്തിൽ. അതായത് നമ്മൾ എല്ലാവരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മുൻപിൻ പരിചയമില്ലാത്ത പലരുടെയും പോസ്റ്റ് എന്തായാലും നമ്മൾ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം. പക്ഷേ കമന്റുകൾക്കൊക്കെ തന്നെ ഒരു പരിധി ഉണ്ട് എന്ന് നമുക്കറിയാം. കാരണം അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുന്ന നിരവധി ആളുകൾ കമന്റ് ചെയ്യാറുണ്ട്. മറ്റ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ചിലരുടെ വീഡിയോയുടെ താഴെ വന്ന മോശം കമന്റ് ഇട്ടുകൊണ്ടായിരിക്കാം. അങ്ങനെ കമന്റുകൾ ഇട്ടതിന്റെ പേരിലാണ് കൊലപാതകം വരെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നു എന്ന് വ്യക്തമാകുന്നതാണ്. എന്തായാലും കൊടലൂർ പതിയിൽ വടക്കേരി മുഹമ്മദിനെയാണ് മെയ് 3-ന് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 3 പേരെ പട്ടാമ്പി പോലീസ് ആദ്യമേ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മുഹമ്മദ് വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടത്. സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് പട്ടാമ്പി പോലീസിന്റെ അന്വേഷണം ശങ്കരമംഗലം സ്വദേശികളായ മുഹമ്മദ് റഫീഖ് എന്ന 39 വയസ്സുകാരനിലേക്കും സജ്ജാദ് എന്ന 36 വയസ്സുകാരനിലേക്കും തിരുവനന്തപുരം തിരുമല സ്വദേശി റോയ് എന്ന 44 വയസ്സുകാരനിലേക്കും എത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ വീട്ടിലെത്തി മുഹമ്മദുമായി നടന്ന ആക്രമണത്തിനിടെയാണ് കൊലപാതകം നടന്നത്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ പ്രതികളുമായി പട്ടാമ്പി പോലീസ് SHO KJ ജിനേഷിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. 2 ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്.